നിർത്തടാ. ഗൗരി, ദക്ഷ പെണ്ണാണെന്ന് തെളിയിച്ചു. അവളുടെ കൈകൊണ്ട് തീരാനാ സഞ്ജുവിന്റെ വിധി. അവനെ തീർത്ത് ദക്ഷ അകത്തേക്ക് പോകും. കവിത കൈ നനയാതെ മീൻ പിടിക്കാൻ പോവുക. ഇവൾക്കെന്താ ഇവിടെ കാര്യം? ആരാ ഇവളെ ക്ഷണിച്ചത്? ആരെങ്കിലും ക്ഷണിക്കണോ ദിനേശ് അവൾക്ക് വരാൻ? അപ്പൊ നീ ഇതിന് പിന്നിലുണ്ടല്ലേ? ഒന്ന് പോടാ. എന്റെ മോളല്ല അന്ന് ഈ കതിർമണ്ഡപത്തിൽ നിന്ന് കരഞ്ഞോണ്ട് പോയത്. എന്നെ അപമാനിച്ച് എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച് കല്യാണം നടത്താന്ന് നിങ്ങൾ കരുതിയോ? ദക്ഷ അടങ്ങിയിരുന്നപ്പോ ഗംഗാധര പണിക്കരെ നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ നാണം കെട്ടി ഈ നാട് തന്നെ വിട്ടു പോയെന്നോ? കാത്തിരുന്നതാ ഞാൻ നിങ്ങളായി എനിക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ആ ദിവസം ഇന്നാ. ഗൗരി, എന്തു പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നീ ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കരുത്. ഈ സ്ത്രീയുടെ അനുവാദം ആർക്ക് വേണം? സഞ്ജു, സഞ്ജു ഇവിടെ നിന്ന് എഴുന്നേക്കരുത്. മരിക്കാനാണെങ്കിലും നമ്മൾ ഇവിടെ വെച്ച് ഒന്നിച്ചു മരിക്കും. എന്റെ അപേക്ഷ. സഞ്ജു ഇവിടെ നിന്ന് എഴുന്നേറ്റ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല. നീ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു തന്നവനാ ഞാൻ. സഞ്ജുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും നിന്റെ മകളുമായി ഇവന്റെ വിവാഹം ഉറപ്പിച്ചു. അവൻ സ്നേഹിച്ച പെണ്ണ് ആ ദിവസം കതിർ മണ്ഡപത്തിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിന്റെ മകൾക്ക് മുമ്പേ ഇവരുടെ വിവാഹം ഉറപ്പിച്ചത് നീ കാരണോ ഇവൾക്ക് വിവാഹത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നത്? എന്ത് ന്യായമാണ് നിന്റെ പക്കലുള്ളത്? നിങ്ങളുടെ കൊച്ചുമകന് സത്യത്തിൽ എന്റെ മകളുടെയോ ഈ ഇരിക്കുന്ന പെണ്ണിന്റെയോ കഴുത്തിൽ താലി കെട്ടാൻ അർഹതയില്ല. അത് തന്നെയാ ദക്ഷയുടെ ന്യായം. അർഹത നഷ്ടപ്പെട്ടവളെന്നറിഞ്ഞിട്ടും എന്റെ മകളുടെ ആഗ്രഹത്തിന് ഞാൻ കൂട്ടുനിന്നു. അവൻ എന്താ അർഹത കുറവാ ഉള്ളത്? പ്രഭാചന്ദ്ര, നിങ്ങളൊരു പമ്പര വിഡ്ഢിയ. എന്തിനാ നിങ്ങളൊക്കെ ഇവളെ പേടിക്കുന്നത്? ഇവളുടെ അഹങ്കാരം കാരണം ഇവളുടെ ഭർത്താവ് വരെ ഇവളെ ഉപേക്ഷിച്ചു പോയി. സഞ്ജു, കെട്ടടാ താലി. ഇറങ്ങി പോടി ഇവിടുന്ന്. ഏയ്, നിങ്ങൾ എന്ത് തെമ്മാടിത്തരെ കാണിക്കുന്നത്? ഇതൊരു വിവാഹവേദിയാ. ആ ഒരു ചിന്ത പോലും നിങ്ങൾക്കില്ല. ആ ചിന്ത ഉള്ളതുകൊണ്ടാ ഞാനും വന്നത്. എന്നോടിത് പറയാൻ നിനക്ക് നാണമുണ്ടോ? നീ ആരാന്നൊന്നും എനിക്കറിയില്ല. ദേ, എന്റെ മകളുടെ താലികെട്ട് നടക്കുന്ന ഇതേ വേദിയിലേക്ക് ഒരു പെണ്ണിനെയും എഴുന്നള്ളിച്ചോണ്ട് വരാൻ നീയും ഉണ്ടായിരുന്നില്ലേ? നിന്റെ ഈ ധാർമ്മിക രോഷം അന്ന് എവിടെ പോയി? എന്റെ മകളുടെ കല്യാണം മുടക്കാനല്ലേ നീ അന്ന് വന്നത്? അല്ലേന്ന്? ആ കല്യാണം സഞ്ജു ഇഷ്ടപ്പെട്ടതല്ല. ഈ കല്യാണം ഞാനും ഇഷ്ടപ്പെടുന്നില്ല. അന്ന് നീ വന്ന സ്ഥാനത്ത് തന്നെയാ ഞാനും നിൽക്കുന്നത്. മംഗലശ്ശേരിക്കാർ വാക്കു പറഞ്ഞ് നടത്തിയ വിവാഹമായിരുന്നു അത്. അവരയച്ച ദിവസക്കുറി വരെ എന്റെ കയ്യിലുണ്ട്. വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അത് പറയാനുള്ള തന്റെ ഇടം ഇവൻ എന്താ ഇല്ലാതെ പോയത്? സഞ്ജു, എന്നെയും എന്റെ മോളെയും ചതിച്ച് നാണം കെടുത്താനായിരുന്നില്ലേ ഇവനും നീയും ഒക്കെ പ്ലാൻ ചെയ്തത്?
ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാതിരുന്നത് എനിക്കും ഒരു ദിവസം വരുമെന്ന് കരുതിയ. തന്റെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്ക്. ഒരു ബുള്ളറ്റിൽ ദക്ഷ ഇവന്റെ തലച്ചോറ് തെറിപ്പിക്കും. അങ്കിളെ, പോലീസിനെ വിളിക്കേ. വിളിക്കടാ. പുറപ്പെടുമ്പോൾ കൈവിലങ്ങ് കൂടി കരുതാൻ പോലീസിനോട് പറഞ്ഞേക്ക്. ഈ കതിർമണ്ഡപത്തിൽ നിന്നും കൈവിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുപോണം. അത് ദക്ഷയുടെ കൈകളിലായിരിക്കില്ല, കല്യാണ പയ്യന്റെ കൈകളിലായിരിക്കും. ഒന്നും കരുതാതെയല്ല ദക്ഷ ഈ കളിക്കിറങ്ങിയത്. നിങ്ങളിൽ ഒന്നിനെ പോലും കൊന്നുകളയാതെ ബാക്കി വെച്ചതും ഇങ്ങനൊരു സമയത്തിന് വേണ്ടിയാ. സഞ്ജുവിനെ നീ എന്ത് ചെയ്യുന്നടി പറയുന്നേ? അമ്മു എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷ്മി, മംഗലശ്ശേരിക്കാരുടെ കാവൽ മാലാഖ. നീ ഈ സമയം എന്റെ മുന്നിൽ വരുമെന്ന് എനിക്കറിയായിരുന്നടി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം. പകരം വേണ്ടത് എന്താന്ന് ചോദിക്ക്. എനിക്ക് വേണ്ടത് ദേ ഇവന്റെ ജീവനാ. എന്താ നീ തരുവോ? ഇവന്റെ ജീവന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അർഹതയുള്ളവൾ നീ തന്നെയാ. പകരം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ജീവൻ തന്നാലോ? ദക്ഷയെ ഭീഷണിപ്പെടുത്തുന്നോടി നീ? നമ്പീശ, അയ്യോ മോനെ, ഏയ്, നിങ്ങൾക്ക് വേണ്ടത് എന്റെ ജീവനല്ലേ? അവളെവിടെ? അയ്യോ അവളെ ഒന്നും ചെയ്യില്ലേ. ഞാൻ ആദ്യമേ അവസാനിപ്പിക്കേണ്ടത് ഇവിടെയായിരുന്നു. ദക്ഷയ്ക്ക് ഇവളെ ഒരു തുറുപ്പ് ചീട്ടാണെന്ന് കരുതിയ ഓരോ തവണയും ആയുസ് കൂട്ടി മാറ്റിവെച്ചത്. എന്റെ മകളുടെ കല്യാണം നീ മുടക്കിയ നിമിഷം നിന്റെ വിധി ഞാൻ എഴുതി. ഇനി നീ എന്റെ മുന്നിൽ വേണ്ടടി. നീ ജീവനോടെ ഇരുന്ന മംഗലശ്ശേരി ചുട്ട് ചാമ്പലാക്കാൻ എനിക്ക് കാലതാമസം വരും. മോനെ, അയ്യോ വരും. അമ്മ,
വെടിവെക്ക്. ആദ്യത്തെ ബുള്ളറ്റ് പാഞ്ഞു കയറേണ്ടത് പെറ്റമ്മയുടെ നെഞ്ചത്തേക്കാ. മുത്തശ്ശിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഏതാ മോളെ? ഇവളെന്തിനാ എന്റെ കൊച്ചുമോളെ കൊല്ലാൻ വന്നത്? അമ്മേ, അമ്മയോ? കൊല്ലുന്നെങ്കിൽ നീ എന്നെ കൊല്ല്. എന്നിട്ട് മതി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ. ഭ്രാന്തിയായി ജീവിച്ച് ജന്മം തീർക്കേണ്ട എനിക്ക് പുനർജന്മം തന്നത് എന്റെ ഈ മോള. മംഗലശ്ശേരിക്കാർക്ക് മാത്രമല്ല ലച്ചു കാവൽമാലാക്ക. ഇവളെ ദ്രോഹിക്കുന്ന ശത്രുക്കൾക്കും ഇവൾ കാവൽമാലാക തന്നെയാ. അത്രയൊന്നും വേണ്ട ഡോക്ടറെ. മുത്തശ്ശി ആദ്യമായി വിളിച്ച പേര് ഒന്നുകൂടി ഓർത്തു വിളിക്കോ? വിളിക്കു മുത്തശ്ശി. മോളെ വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. ഗൗരി നന്ദനെ. അമ്മേ, ഞാനമ്മേ, ഗൗരി അമ്മേ. ഞാൻ നീ ഗൗരിയാണോ? അതെ അമ്മേ. അമ്മയെ തേടി ഞാൻ അറിയാത്ത സ്ഥലങ്ങളില്ല. മോളെ ഗൗരി. ഏട്ടൻ എന്റെ കൂടെ ഉണ്ടമ്മേ. ഗൗതം, ഈശ്വര, എന്റെ മോഹൻ. നമുക്ക് പോവാമ്മേ. മുത്തശ്ശി ചെല്ല്. മുത്തശ്ശിയുടെ മോളല്ലേ വിളിക്കുന്നേ? ഇനി മുത്തശ്ശി ആരും ഇല്ലാത്തവളല്ല. മുത്തശ്ശിക്ക് മോനും മോളും കൊച്ചുമോളും ഒക്കെയുണ്ട്. മോൾ എന്നെ കാണാൻ വരില്ലേ? മുത്തശ്ശിക്ക് എന്നെ കാണാൻ തോന്നുമ്പോ ഞാൻ വരാം. നിന്നോടുള്ള പകയും ദേഷ്യവും കൊണ്ട് മനസ്സ് പിടയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതൊരു ഭംഗിവാക്കല്ല. എന്നെ പോലെ തന്നെ നീയും തിരസ്കരിക്കപ്പെട്ടു പോയ പെണ്ണായതുകൊണ്ടാവും. അമ്മ വാമേ. മല പോലെ വന്നത് എലി പോലെ പോയി. അമ്മയെ കണ്ടപ്പോൾ അവൾ തോറ്റു മടങ്ങി. നിന്നെ ഞാൻ വിടില്ല ദക്ഷേ. മംഗലശ്ശേരി വെണ്ണീറാക്കാനുള്ള തീപ്പന്തം നിന്റെ കയ്യിൽ ഞാൻ തന്നെ വെച്ചു തരും. കല്യാണം ഇനിയും തടസ്സങ്ങളൊന്നുമില്ലാതെ മംഗളമായി നടന്നു കിട്ടാനാ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ മോള് അതിന് ഒരു പ്രതിവിധി കരുതി വെച്ചിരുന്നു. അത് ദക്ഷയുടെ അമ്മയാണെന്ന് നീ എന്താ മോളെ പറയാതിരുന്നത്? അച്ഛൻ ക്ഷമിച്ചാലും അമ്മ അത് ക്ഷമിക്കില്ലെന്ന് കരുതി പറയാതിരുന്നതാ. വീണ്ടും വീണ്ടും ഞാൻ എന്റെ അനിയത്തിയോട് കടപ്പെട്ടിരിക്കോ. മുഹൂർത്തം കഴിഞ്ഞില്ലല്ലോ അച്ഛാ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. പെട്ടെന്നാവട്ടെ. സമയം കളയാതെ കെട്ടട സഞ്ജു താലി.
പ്രാർത്ഥന സഫലമാക്കി തന്നു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. ശാസ്ത്രികൾ പറഞ്ഞത് പച്ച കള്ളമായി. എന്ത് ധൈര്യത്തില എന്റെ മോൻ മുൻപൊരു കല്യാണം കഴിച്ചെന്ന് ആ മനുഷ്യൻ പറഞ്ഞത്? അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട്. എല്ലാത്തിനും നന്ദി പറയേണ്ടത് അമ്മൂനോട്. നിങ്ങൾ അവളെ കാണാൻ പോകുന്നു. അവൾ ആരാണെന്ന് അറിയാൻ പോകുന്നു. വിവാഹവേദിയിൽ അവൾ വരുമോ ശാസ്ത്രികളെ? അവൾ അവിടെ തന്നെ പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ മുന്നിൽ അവൾ ദൈവത്തെ പോലെയാകും അവതരിക്കാൻ പോകുന്നത്. ജീവൻ കൊടുത്തും അവൾ നിങ്ങളെ കാക്കും. നീ എന്റെ കൂടെ ഒന്ന് വാ. വരാൻ. എന്താമ്മേ, അമ്മയ്ക്ക് സുഖമില്ലാതായോ? തൊട്ടു പോകർ തന്നെ. നിന്റെ കഴുത്തിലെ താലിമാല എവിടെ?